ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. അമ്മച്ചീസ് വ്ളോഗാണ്. പിന്നെ ഇത് നോക്കിക്കോ, ഒരൊറ്റ പൂരി, പിന്നെ ഇത് ചിക്കൻ, പിന്നെ പഴം ഞാൻ അതിനകത്ത് കഴിയതാണ് കേട്ടോ. അത് ഒന്നിച്ചെടുക്കാൻ വേണ്ടി അങ്ങ് വെച്ചതാണ്. 3 കഷ്ണം ആപ്പിൾ. ഇതൊരു സാധാരണ സ്ത്രീകൾക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ പുരുഷന്മാരാണേ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ അല്ല 1 അല്ലെ 3 എണ്ണം, മാക്സിമം 3, അത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിന് പിന്നെ അല്ല, നമ്മൾ ഈ കഴിക്കുന്നതെല്ലാം ഈ ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പിന്നെ അടിഞ്ഞു കൂടുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയുടെ കാണിച്ചായിരുന്നു കുക്കറിലിട്ട്. അപ്പോൾ എൻ്റെ കണ്ടിന്യൂസ് കണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിതെപ്പോഴും പിന്നെ കണ്ടിന്യൂസ് എടുക്കുന്നതല്ലല്ലോ. എനിക്കിവിടെ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ ഓരോ ഷോട്ട് എടുക്കുക, അതിടുക, അത്രേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലത്തെ ചിക്കനാണ്, നിങ്ങൾ നോക്കിക്കുക, നല്ല സൂപ്പറാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കഴിക്കുക. ഈ ചിക്കൻ കഴിക്കാത്തവരും. ഇതിനകത്ത് സവാള ഇട്ടിട്ടില്ല, അല്പം ഇഞ്ചി വെളുത്തുള്ളി, ബാക്കിയെല്ലാം കൂടി ഇട്ടു, വേവിച്ചു. ഇച്ചിരി വെളിച്ചെണ്ണ കുക്കറിൽ വേവിച്ചു, പറ്റിച്ചു, ഉപ്പ്. നമുക്ക് ഒരു പണിയില്ല. ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം, അത്രയേ ഉള്ളൂ. ആർക്കും വെക്കാവുന്ന, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വെക്കാം. ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി. അതിനോട്ട് പൊടികളെല്ലാം കൂടി ഇടുക, ഇളക്കുക, 20 മിനിറ്റ് വെക്കുക, കുക്കറിലടിക്കുക. ഒന്ന് പിന്നെ തുറന്നിട്ട് ഇച്ചിരി വെള്ളം വറ്റിക്കുക, ഇച്ചിരി എണ്ണ ഒഴിക്കുക, മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കരിവേപ്പില ഇട്ട് ഇളക്കിയെടുക്കുക. ഈ ചിക്കനെ പൊരിക്കോ ചപ്പാത്തിക്കോ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പണിയില്ല. മിക്സ് ചെയ്യാൻ നമുക്കെന്താ 3 മിനിറ്റ് മതി. പിന്നെ അതവിടെ ഇരുന്നോളുമല്ലോ. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകണ്ട, അരിയണ്ട, എടുക്കണ്ട, പിടിക്കണ്ട. ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചേ ചേർക്കാവൂ കേട്ടോ, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അത് കൂടിപ്പോയാൽ ചിക്കൻ്റെ ടേസ്റ്റ് പോകും. ചിക്കൻ്റെ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ അധികം മസാല ചേർക്കരുത്. ഉള്ളി വേണ്ട, ഒരൊറ്റ ഉള്ളി പോലും ഇതിനകത്ത് സവാള ചേർത്തിട്ടില്ല. നമ്മൾ ഒരുപാട് വഴറ്റി കുറേ മസാലയും ചേർത്ത് ഇത്ര പാടുപെട്ട ഒരു ചിക്കൻ ഉണ്ടാക്കുന്നു. ഇതൊരു പണിയില്ല കേട്ടോ. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാത്തിനും കൊള്ളാം കേട്ടോ. ചോറിനും കൊള്ളാം, ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം കൊള്ളാം. നമുക്ക് മടുക്കത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങനെയൊന്നും ഇപ്പോൾ കാറ്ററിംഗുകാർക്കൊന്നും ഇങ്ങനെ വെച്ചാൽ മുതലാകത്തുമില്ല, അവരിങ്ങനെ വെക്കത്തുമില്ല. പിന്നെ കുറച്ച് പണിയാണ് ഇത്. നമുക്ക് സാധാരണക്കാർക്ക് ഇങ്ങനെ 2-3 ആളുള്ളിടത്തും പിള്ളേരുള്ളിടത്തൊക്കെ ഇതുണ്ടാക്കാം. പിള്ളേരും കഴിക്കും. കാരണം വലിയ എരിവൊന്നുമില്ലല്ലോ. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി വേണ്ട കേട്ടോ. പിന്നെ എല്ലാം കൂടെ ചേർത്ത് ഇളക്കി വെച്ച് ഒന്ന് വെന്ത് അത് കുറച്ച് നേരം വെച്ചേക്കണം കേട്ടോ. ഒരു 10-20 മിനിറ്റ് ഇരിക്കണം. ഒന്ന് പിന്നെ പുരട്ടിയെല്ലാം വെച്ചാൽ എല്ലാം പിടിച്ചോളും. ഓക്കേ. അപ്പോൾ എല്ലാവരും ഈ ചിക്കന് പിന്നെ അമ്മച്ചീസ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതുവരെ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെല്ലാവരൊക്കെ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റ ഷോട്ടിൽ എടുക്കുന്നതുകൊണ്ട് ഇത്രയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സ്, ഇത് കണ്ടോ, നല്ല പിന്നെ ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇതിൽ കൂടിയത് പിന്നെ പ്രോട്ടീനായി, അല്പം കാർബോഹൈഡ്രേറ്റായി, ഫ്രൂട്ട്സായി, എല്ലാം ആയി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഇതിപ്പോൾ ഒരു പൂരേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഇതൊക്കെ അത് കുറച്ചുണ്ട്, ബാക്കിയുള്ളതൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം ശരി, ബൈ ബൈ.